ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരിക മാത്രമാണ് ഒരു മാർഗം. ഗവൺമെൻറ് മാർഗനിർദ്ദേശങ്ങൾ നൽകി നിയമങ്ങൾ ഉണ്ടാക്കി അത് നടപ്പാകുമെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഏജൻസിയായി മാത്രം മാറി ഇന്ന് സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി അവരുടെ പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വിദേശികളെ ആകർഷിച്ച് കേരളത്തിലേക്ക് പണം കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ പറയുന്നു, ടൂറിസത്തിൽ വേണ്ടി വന്നാൽ രണ്ട് നിയമം തന്നെ നടപ്പാക്കണം. വിദേശികൾക്ക് വേണ്ടി ഒരു നിയമവും ടൂറിസം നിയമവും, സ്വദേശികൾക്ക് വേണ്ടി വേറൊരു ടൂറിസം നിയമവും. ഉദാഹരണം പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു വിവാദമാകാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ 1-ാം തീയതി മദ്യം ഇല്ല എന്നുള്ള ഒരു പോളിസി നമുക്കുണ്ട്. ഇത് ജപ്പാനിൽ നിന്നോ UK-യിൽ നിന്നോ 2 ദിവസത്തെ അവധിക്ക് വരുന്ന ഒരു സായിപ്പിന് എന്തിനു ബാധകമാക്കണം? ആ നടപ്പാക്കിയതിന്റെ ഉദ്ദേശം നമ്മുടെ നാട്ടിലെ ദരിദ്രരെ, നമ്മുടെ നാട്ടിലെ പ്രത്യേക സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടാണ്. വിദേശ പാസ്പോർട്ടുള്ള ഒരാൾക്ക് ആ ദിവസം മദ്യം കൊടുക്കേണ്ടതാണ്. കാരണം അവൻ 2 ദിവസത്തേക്കായിരിക്കും വരുന്നത് നിർഭാഗ്യവശാൽ 31-ാം തീയതി വൈകിട്ടായിരിക്കും. അവൻ തിരിച്ചു പോകുന്ന കഷ്ടകാലത്തിൽ 2-ാം തീയതി രാവിലെ ആയിരിക്കും. ഈ 1-ാം തീയതി ലോകത്ത് മദ്യക്കടകൾ അടച്ചിട്ടിരിക്കുന്ന ലോകത്ത് ഒരു സ്ഥലം കാണില്ല. അവൻ നിന്നെ നാട്ടിൽ ചെന്ന് കാര്യം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടു പോകും. ഹർത്താലിന്റെ ഒരു കാലത്ത് ഇതായിരുന്നു പ്രശ്നം. ഇപ്പം ദൈവാനുഗ്രഹത്താൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമൂഹ്യ സംവിധാനങ്ങളും മറന്നതോടുകൂടി ജനങ്ങളും പ്രബുദ്ധരായതോടുകൂടി നിരന്തരം ഈ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്ന പരിപാടി വേണ്ടെന്ന് വെച്ചു. മനുഷ്യന് ബോധം വന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ടൂറിസത്തിൽ നമ്മളൊരു ഇൻഡസ്ട്രി ആരംഭിക്കുമ്പോൾ ആരാണ് അതിന്റെ കസ്റ്റമർ എന്ന് തീരുമാനിക്കണം. ഏത് വ്യവസായത്തിലും കസ്റ്റമർക്ക് പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ, കസ്റ്റമറെ മനസ്സിൽ കണ്ട് നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവിടെ എത്തുന്ന ഒരു കസ്റ്റമർക്ക് ദുരനുഭവം ഉണ്ടാക്കുന്നെങ്കിൽ ആ നിയമത്തെ കുറിച്ചെഴുതുക തന്നെ വേണം. അവിടെ എന്നിട്ട് നിയമം നാട്ടുകാർക്ക് നടപ്പാക്കും. അപ്പൊ ഇങ്ങനെ ഈ നിയമങ്ങള് കാലാനുസൃതവും യുക്തിഭദ്രവുമാക്കി മാറ്റണം. ഇങ്ങനെ ഒരു കാര്യം, ഒരു അഭിപ്രായം വന്നാൽ ഉടനെ തന്നെ, ഇപ്പൊ ഞാനീ പറഞ്ഞ അഭിപ്രായം തന്നെ ഒരു ഗവൺമെന്റിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ മദ്യപാനികൾ പോലും അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്താണ്, അല്ലെ? അതിന്റെ അടിയിൽ കമന്റ് ഇടുക, സർക്കാർ ഇത് ആലോചിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും. ആ കമന്റ് ഇടുന്ന ആരായിരിക്കും? 24 മണിക്കൂറും വെള്ളത്തിൽ നിൽക്കുന്ന ഒരാളുമായിരിക്കും. അപ്പൊ ഈ ഹിപ്പോക്രസി എന്ന് പറയുന്നത് കുറച്ചു വെച്ചാൽ തന്നെ കേരളം രക്ഷപ്പെടുമെന്നാണ് എൻ്റെ ഒരു പൊതുവായ വിലയിരുത്തൽ.